കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ആഴ്ചത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി രൂത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 16-ാം വാക്യം നമുക്ക് ധ്യാനിക്കാം. അവൾ പെറുക്കാൻ വേണ്ടി കെട്ടുകളിൽ നിന്ന് ധാന്യം അവൾക്കായി മനഃപൂർവ്വം വിട്ടുകളവീൻ. അവൾ പെറുക്കുവാൻ വേണ്ടി കെട്ടുകളിൽ നിന്നും ധാന്യം അവൾക്കായി മനഃപൂർവ്വം വിട്ടുകളവീൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്. നമ്മൾ കാണുന്ന സഹായത്തിൻ്റെ പിന്നിലെ യഥാർത്ഥ ഉറവിടം നാം ചിന്തിക്കുന്നതല്ല. ദൈവം തമ്പുരാനാണ് യഥാർത്ഥമായ ഉറവിടം. രൂത്തും അവളുടെ അമ്മായിയമ്മയായ നവോമിയും 2 വിധവകളായിരുന്നു. വളരെ ദാരിദ്ര്യത്തിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും അവർ കടന്നുപോയി. ജീവിക്കാൻ വേണ്ടിയുള്ള ചെറിയ ആഹാരത്തിനായി രൂത്ത് എല്ലാ ദിവസവും വിളവെടുപ്പ് നിലങ്ങളിൽ പോയി തൊഴിലാളികൾ വിട്ടിട്ട് പോയ ധാന്യം പെറുക്കിയായിരുന്നു അവളുടെ ലക്ഷ്യം. അവിടുത്തെ നിലത്തിൻ്റെ ഉടമയായ ബോവസ് രൂത്ത് തൻ്റെ അമ്മായിയമ്മയെ പോഷിപ്പിക്കാൻ ചെയ്യുന്ന പരിശ്രമത്തെക്കുറിച്ച് അറിഞ്ഞു. അവൻ തൻ്റെ തൊഴിലാളികളോട് പറഞ്ഞു, അവൾക്കായി മനഃപൂർവ്വം കുറച്ച് ധാന്യം വിട്ടുകളയണം. രൂത്തിന് തോന്നിയിരിക്കാം, ബോവസ് എനിക്ക് വലിയ അനുഗ്രഹം കാണിക്കുന്നു, അവൻ എനിക്ക് പ്രത്യേക കൃപ കാണിക്കുന്നു. പക്ഷെ സത്യം എന്തായിരുന്നു? ബോവസ് ഒരു ഉപാധി മാത്രമാണ്. ദൈവമായിരുന്നു യഥാർത്ഥമായ ഉറവിടം. ദൈവം തന്നെയാണ് ബോവസിൻ്റെ ഹൃദയം സ്പർശിച്ചത്. ദൈവം തന്നെയാണ് അവനെ രൂത്തിന് അനുകൂലമായി പ്രവർത്തിപ്പിച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെയാണ്. ഒരാൾ നമ്മളെ സഹായിക്കുവാൻ തയ്യാറാവും, ഒരാൾ നമുക്കൊരു അവസരം നൽകും, ഒരാൾ നമുക്ക് അനുകൂലമായി ചില തീരുമാനങ്ങൾ എടുക്കും. പക്ഷെ അവരല്ല യഥാർത്ഥമായ ഉറവിടം. ദൈവം തമ്പുരാനാണ് യഥാർത്ഥ ഉറവിടം. ദൈവം തുറന്നതാണ് നമുക്ക് തുറക്കാൻ കഴിയാത്ത ചില വാതിലുകൾ. ദൈവം തന്നെയാണ് നമ്മളെ ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് എത്തിക്കുന്നത്. ദൈവം തന്നെയാണ് നമുക്കൊരു ഗുഡ് ബ്രേക്ക് ലഭിക്കുവാൻ ആളുകളുടെ ഹൃദയം തിരിച്ചു വിടുന്നത്. സ്വർഗസ്ഥനായ പിതാവിൽ നിന്നാണ് എല്ലാ ദാനവും നമുക്ക് ലഭിക്കുന്നത്. അതിനാൽ ദൈവം ഉപയോഗിക്കുന്ന എല്ലാ ഉപാധികൾക്കും നാം ദൈവത്തോട് നന്ദി പറയുക. പക്ഷേ ഉപാധികളെക്കാൾ അധികം ഉറവിടത്തെ നാം സ്തുതിക്കുക. നിങ്ങൾ ദൈവത്തിൻ്റെ നന്മ എത്ര കൂടുതൽ അംഗീകരിക്കുന്നു, അത്ര കൂടുതൽ ദൈവത്തിൻ്റെ നന്മ നാം അനുഭവിപ്പാൻ ഇടയാകും. ഇന്നത്തെ വചനത്തിനോടനുബന്ധമായി നമുക്ക് ഒരു വാചകം പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ,